കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞു കാണാതായ ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിച്ചു. മകനെ കണ്ടുകിട്ടാത്തതിൽ ഗൗതമിന്റെ അമ്മ രേഷ്മ കഴിഞ്ഞ ദിവസം കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് നടപടി. കോസ്റ്റ് ഗാർഡിനോടൊപ്പം നാവികസേനയും തെരച്ചിലിന്റെ ഭാഗമാകുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. 8 ദിവസം മുൻപാണ് നീണ്ടകരയിൽ നിന്ന് കടലിൽ മത്സ്യബന്ധനത്തിനു പോയ വള്ളം അപകടത്തിൽപ്പെട്ട് ഗൗതം കൃഷ്ണയെ കാണാതായത്. ഗൗതമിന്റെ അച്ഛനും മുത്തച്ഛനും അതേ അപകടത്തിൽ മരിച്ചിരുന്നു. ഇത്രയും ദിവസമായിട്ടും മകനെ കണ്ടുകിട്ടാത്തതിൽ രേഷ്മ കഴിഞ്ഞ ദിവസം കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധമുയർത്തി. തിരച്ചിൽ കാര്യക്ഷമമാക്കണമെന്ന രേഷ്മയുടെ ആവശ്യത്തിന് പിന്നാലെയാണ് ഇന്ന് വിദഗ്ധ സംഘം എത്തിയത്. നമ്മൾ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഉള്ള ഒരു സംവിധാനങ്ങൾ മുന്നോട്ട് വന്നത്. എന്താണ് ഈ ഒരു കാര്യത്തിൽ അപാകതയായിട്ട് നമുക്ക് കണ്ടത്? അത് അപാകത എന്ന് അതൊരു അപാകതയാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും കോസ്റ്റ് ഗാർഡ് മാത്രം മതി, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ അതൊരു ഫെയിലിയർ ആണെന്ന് തോന്നിയപ്പോൾ നമ്മളാണ് അങ്ങോട്ട് സജസ്റ്റ് ചെയ്തത്, നമുക്ക് നേവി വേണം, നമുക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വേണമെന്ന്. മുങ്ങൽ വിദഗ്ധർ എത്തി വിവിധ ബോട്ടുകളിലെ നീണ്ടകര പുലിമുട്ടിന് സമീപം രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചു. ഒപ്പം ഡ്രോൺ പരിശോധനയും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററുമുണ്ട്. അതേസമയം നാവികസേനയും തെരച്ചിലിനായി എത്തുമെന്ന് ജില്ലാ കളക്ടർ ഗൗതമിന്റെ വീട്ടിലെത്തി കുടുംബത്തിന് ഉറപ്പു നൽകി. ജനം, കൊല്ലം.